ഈ വീഡിയോ കാണുന്ന നാട്ടിലിരിക്കുന്ന പേരൻസിനെ പറ്റി നമുക്കൊരു മിനിമം കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഒരു വാർത്ത ചെയ്യുമ്പം ഞാൻ പറയുന്ന ഈ രാജ്യം തുറന്നു വെൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ ഓപ്പർച്യൂണിറ്റി താടി കുറച്ച് നീട്ടി വളർത്തുന്ന, മുടി നീട്ടി വളർത്തിയ ആൾക്കാരെ പറ്റി എങ്ങനെയാ പറയുന്നത്? അവൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ അവൻ ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങളെ ഏതെങ്കിലും ഏജൻസികൾ അടിച്ചേൽപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാകരുത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ക്ലാസ് തന്നെ ആദ്യം പറഞ്ഞത് ആരെയും തുറിച്ചു നോക്കരുത്. കാരണം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ, ഇവിടുത്തെ കൂട്ടുകെട്ടിനൊന്നും നാട്ടിലെ പോലെ ഒരു സ്ഥിരത ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഞാനൊക്കെ റിയൽ ലൈഫിൽ ഒരുപാട് തവണ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് തവണ. PR സുനിൽ എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഫോർത്ത് എന്ന് പറയുന്ന ചാനൽ ഈ ഇടയ്ക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു ഹാർഡ്ഷിപ്പ് ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരിയേറെ സ്റ്റുഡൻസ് ഭയങ്കര ഹാർഡ്ഷിപ്പിലൂടെയാണ് ഈ രാജ്യത്തിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു.